കാത്തുണ്ടായൊരുണ്ണി. അമ്പോറ്റിക്കണ്ണന്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തുണ്ടായൊരുണ്ണി. നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ ഇക്കായിലെ 1ാമത്തെ പാഠം, അതായത് കവിത പുൽ ബനി തീമ എന്ന കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് അമ്മയെക്കുറിച്ചുള്ള, മാതൃത്വത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിന്റെ ആദ്യം നമുക്ക് ഒരു ഹൈക്കു കവിത നൽകിയിട്ടുണ്ട്. ഈ ഹൈക്കു കവിതകൾ എന്ന് പറയുന്നത് ഒരു ജാപ്പാനി മൂലമായിട്ടുള്ള കവിതകളാണ്. ജപ്പാനിലാണ് അതിന്റെ ഈ രീതിയിലുള്ള ഒരു കവിതാ ശൈലിയാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത, അതിന് 3 ലൈൻസുകളെ ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ലൈൻസ്, അതിലെ ആദ്യത്തെ ലൈൻസ് 5 അക്ഷരങ്ങളും, രണ്ടാമത്തെ ലൈനിൽ 7 അക്ഷരങ്ങൾ, അതുപോലെ തന്നെ 3ാമത്തെ ലൈനിൽ 5 അക്ഷരങ്ങൾ. അങ്ങനെ മൊത്തം 17 അക്ഷരങ്ങളാണ് ഒരു ഹൈക്കുവിൽ ഉണ്ടാകുക. അപ്പോൾ ഈ ഹൈക്കു കവിതകളുടെ പ്രത്യേകത, അത് വളരെ ചെറുതാണെങ്കിലും വലിയ ആശയങ്ങൾ പകർന്നു തരുന്നതാണ്. അതായത് കബീർദാസിന്റെ ദോഹ എന്ന് പറയുന്ന 2 ലൈൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ ആശയം വലുതാണ്. അതുപോലെ തന്നെയാണ്. അപ്പൊ അതിന് പറയുന്നത് എന്താണ്? ദേഖ്നേമേ ചോട്ടെ ലഗേ ഖാവ് കരേ ഗംഭീർ എന്ന് പറയും. അല്ലെങ്കിൽ കാഴ്ചയിൽ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും വലിയ ആഴത്തിൽ ഉള്ള മുറിവുണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ സൂചിക്കൊക്കെ. അപ്പോൾ അതിൽ ചെറുതായതുകൊണ്ട് അതിന്റെ മഹത്വം കുറയുന്നില്ല. അല്ലെങ്കിൽ ഉറുമ്പ് വളരെ ചെറിയൊരു പ്രാണിയാണ്, പക്ഷെ എങ്കിലും അതിന്റെ പരിശ്രമവും ഒക്കെ നമുക്കറിയാം. അത് എത്ര കഠിനാധ്വാനിയാണ്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കഠിനാധ്വാനികളാണ്. അപ്പോൾ ചെറുതായതുകൊണ്ട് അതിന്റെ മഹത്വമോ ശ്രേഷ്ഠതയോ ഒന്നും കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഹൈക്കു കവിതകളും അത്തരത്തിലൊന്നാണ്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു ഹൈക്കു കവിത ഒന്ന് വായിക്കാം. മയ്യാ കി ആയി വൃത്താശ്രം സെ ചിട്ടി കൈസേ ഹോ ബേട്ട. ഒന്നുകൂടെ വായിക്കാം. മയ്യാ കി ആയി വൃത്താശ്രം സെ ചിട്ടി കൈസേ ഹോ ബേട്ട. അപ്പൊ മയ്യ എന്ന് വെച്ചാൽ ആരാണ് ഇവിടെ? മാതാവ്, അമ്മ. മയ്യാക്കി ആയി, അമ്മയുടെ, വൃത്താശ്രം സെ ചിട്ടി, വൃത്തസദനത്തിൽ നിന്നും ചിട്ടി, കത്ത് വന്നു. കൈസേ ഹോ ബേട്ട, എങ്ങനെയുണ്ട് മകനെ, നിനക്ക് സുഖമാണോ എന്ന് അമ്മ അന്വേഷിക്കുകയാണ്. അപ്പൊ ഇവിടെ കാണിക്കുന്ന, സാധാരണ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ മക്കള് മാതാപിതാക്കളെ ഒരു ഭാരമായിട്ട് കാണുകയും പ്രായമായ മാതാപിതാക്കളെയൊക്കെ അവരുടെ സൗകര്യത്തിനും അവരുടെ ജോലി സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവരെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കുകയും പലപ്പോഴും അവർക്ക് വേണ്ട പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അവരുടെ ഉത്തരവാദിത്വം അവർ ഒഴിവാക്കുന്നു. അപ്പോൾ അത് അമ്മ നമ്മളെ എങ്ങനെയാണ് വളർത്തി വലുതാക്കിയത്, അവരോടുള്ള കടപ്പാട് നമുക്ക് ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ അവരോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം അവരൊരിക്കലും അർഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പെരുമാറുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ പെരുമാറുമ്പോൾ പോലും അമ്മയ്ക്ക് മനസ്സിലെപ്പോഴും തന്റെ മകൻ തന്നോട് താൻ ആഗ്രഹിക്കാത്ത രീതിയിൽ പെരുമാറുമ്പോഴും അമ്മയുടെ മനസ്സിലെപ്പോഴും ആ മകനെക്കുറിച്ച് വലിയ സ്നേഹവും കരുതലും അവന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെയാണ് അമ്മയ്ക്ക്. അപ്പൊ തന്നെ വൃദ്ധാശ്രമത്തിലാക്കുന്ന ആ മകനോടും അമ്മ അന്വേഷിക്കുക, തന്നെക്കുറിച്ചല്ല അമ്മ ചിന്തിക്കുന്നത്, മറിച്ച് തന്റെ മകന്റെ അവസ്ഥ എന്താണ്, സ്ഥിതി എന്താണ്, അവന് സുഖമാണോ എന്ന് അന്വേഷിക്കുന്ന അമ്മ. അതാണ് അമ്മയുടെ യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നതാണ്. അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവമുണ്ട്. നിങ്ങളുടെ അമ്മ അങ്ങനെയാണ്. നിങ്ങൾ ഏത് തെറ്റ് ചെയ്താലും, എത്ര മോശമായി ചെയ്താലും, എപ്പോഴും നിങ്ങളെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ സുഖവിവരം അന്വേഷിക്കുവാനും ഒക്കെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. ഏതവസ്ഥയിലും അമ്മ നമ്മോടൊപ്പം ഉണ്ട്.
അതാണ് അമ്മയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതാണ് ഈ ഹൈക്കു കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പം അത് പറയാനുള്ള കാരണം ഈ ഹൈക്കു കവിതയിൽ മാതൃത്വത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ വലിപ്പം ആണ് കാണിക്കുന്നത്, ആ വിശാലതയാണ് കാണിക്കുന്നത്. അപ്പൊ അതേ സന്ദേശം നൽകുന്ന ഒരു കവിതയാണ് പുൽ ബനീഥി മാ എന്ന നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ഈ കവിത. അപ്പൊ ഇത് എഴുതിയ ആള് നരേന്ദ്ര പുട്രിക് എന്ന് പറയുന്ന കവിയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സമകാലീന ഹിന്ദി കവിതാക്ക് മഹത്വപൂർണ്ണ കവിയോമേ സെ ഏക്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലെ കവികളിലെ വളരെ പ്രശസ്തനായ ഒരു കവിയാണ് ഈ നരേന്ദ്ര പുട്രിക്. അദ്ദേഹം ജനിച്ചത് ജനുവരി മാസം 15-ാം തീയതി 1954 ജനിച്ചത്. അപ്പൊ നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ 15 ജനുവരി 1954 എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ തന്നെ അത് ജനിച്ച യുപിയിലാണ്, ഉത്തർപ്രദേശ് ബാന്ദ നാമക് ജഗുമേ ഉൻക ജന്മ ഹുവ. ബാന്ദ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ആലോചന ഏവം സമ്പാദൻ കെ ക്ഷേത്രമേ സക്രിയ. ആലോചന എന്ന് വെച്ചാൽ നിരൂപണം, അതുപോലെ തന്നെ സമ്പാദൻ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ അദ്ദേഹം വളരെ സക്രിയമാണ്, അല്ലെങ്കിൽ പ്രവർത്തന നിരതമാണ് എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹങ്ങളുടെ പേരുകളൊക്കെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നംഗേ പാവ് കാ രാസ്ത, ഇസ് പൃഥ്വി കി വിരാടതാമേ തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതാ സംഗ്രഹം. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു സിനിമാ പാട്ട് പാടിയിട്ടുണ്ട്. ഏതാണ്? ശാന്തം എന്ന സിനിമയിലെ ഗാനമായിരുന്നു. മനോഹരമായ ഗാനമാണ്. നമ്മുടെ ഫുട്ബോൾ താരമായ IM വിജയൻ അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പം അതിൽ ആ വരികൾ വളരെ മനോഹരമായ വരികളാണല്ലോ. എന്താണ്? ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണന്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെയാണ്. നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഇതുപോലെ പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ നേർന്ന് വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി ലഭിച്ചതാണ് നിങ്ങളെ. അപ്പോൾ അങ്ങനെ ദൈവം നൽകിയ ഒരു സമ്മാനം എന്ന രീതി അത്രത്തോളം കരുതലോടെ നിങ്ങളെ വളർത്തി വലുതാക്കുകയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ. അപ്പോൾ അവര് നിങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ അവരോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് ഒരിക്കലും തീർത്താ തീരാത്തതാണ്. അപ്പോൾ ആ അമ്മയോട് നമ്മളുള്ള കടപ്പാട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കവിത എന്ന് പറയുന്നത്. പുൽ ബനീഥി മാ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ അതിലെ വാക്ക് പുൽ എന്നൊരു വാക്കുണ്ടല്ലോ. പുൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാലമാണ്. ഒരു തോടാണ് അതിന്റെ അക്കരയും ഇക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ആണ് പുൽ എന്ന് പറയുന്നത്. നമ്മുടെ പാലായിൽ ഇപ്പോൾ 2 പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, പുൽ അല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ പുൽ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഈ കവിതയിലേക്ക് വരാം. ആദ്യം ഞാനൊന്ന് വായിക്കാം. ആദ്യത്തെ സ്റ്റാൻസ വായിക്കാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. നോക്കാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയ്ക്ക് അമ്മയായിരുന്നു, പാലമായി വർത്തിച്ചിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹത്തി തി ബേധടക്. അപ്പോൾ ബേധടക് എന്ന് വെച്ചാൽ ഒരു തടസ്സമൊന്നും കൂടാതെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നു. അമ്മയുടെ ഈ അമ്മയാകുന്ന ഈ പാലത്തിലൂടെ, അല്ലെ അമ്മയുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ ജീവിച്ചു പോകുന്നത്, വളർന്നത് ഈ അമ്മയുടെ സഹായത്താലാണ്. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. അപ്പോ സാധാരണ ഒരു തീവണ്ടി ഇങ്ങനെ ചുക് 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 വെച്ചാണ് തീവണ്ടി പോകുന്നത്. അപ്പൊ തീവണ്ടി പോകുമ്പോൾ അതിന് ചില സ്ഥലത്ത് വരുമ്പം പച്ച ലൈറ്റ് അല്ലെ, അത് പോകാനായിട്ടുള്ള. അതുപോലെ ചില സ്ഥലത്ത് റെഡ് ലൈറ്റ് വരും. അപ്പൊ നിർത്തണം. അപ്പോ നിർത്തുകയും ഓടുകയും അങ്ങനെയൊക്കെ അത് നിയന്ത്രണങ്ങളോടുകൂടിയാണ് പോകുന്നത് ഒരു തീവണ്ടി. പക്ഷേ നമ്മുടെ അമ്മ നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് യാതൊരു ഭയവും ഇല്ല. ഒരു സിഗ്നലും അല്ലെ മറ്റൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അമ്മയോടൊപ്പം നമുക്ക് വളരെ സുരക്ഷിതമായി നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആദ്യത്തെ ഈ സ്റ്റാൻസയിൽ കവി പറയുന്നത്.
ഒന്നുകൂടെ ആദ്യത്തെ സ്റ്റാൻസ വായിക്കാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. दूसरी पंक्ति. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है माँ. पिता के बाद പിതാവിന്റെ മരണശേഷം ഹം ഭായിയോं के बीच പുൽ ബനി മാ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മയാണ് ഒരു പാലമായി വർത്തിച്ചിരുന്നത്. ഇപ്പൊ സഹോദരങ്ങളാകുമ്പോഴും പലപ്പോഴും അവർ തമ്മിൽ വഴക്കുണ്ടാവും, ഒക്കെ ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ അവരെ ഒരുമിപ്പിക്കുന്നതും സമാധാനം വീട്ടിലുണ്ടാക്കുന്നതും ഒക്കെ അമ്മയുടെ ഇടപെടലാണ്. പുൽ ബനി മാ അചാനക് നഹി ടൂട്ടി. ഇപ്പൊ അമ്മയാണ് പാലമായി വർത്തിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ആ പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനായിട്ട് ഉള്ള പാലം അമ്മയായിരുന്നു. അചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. പെട്ടെന്ന് പൊട്ടിപ്പോവുകയല്ല, മെല്ലെ മെല്ലെ അത് പൊട്ടിപ്പോകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ അല്ലെ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതായത് കുട്ടികൾ വലുതാകുന്നതോളം അമ്മയുടെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പം കോഴി എന്റെ കുഞ്ഞ് വലുതാകുന്നതോ കുറെ വലുതായി കഴിയുമ്പോൾ അതിനെ കൊത്തി ഓടിക്കും. അപ്പോൾ അത് സ്വതന്ത്രമായി അത് വളരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യരുടെ അമ്മ അല്ലെ നമ്മുടെ അമ്മമാർ അങ്ങനെ ചെയ്യാറില്ല. മനുഷ്യർ അവര് തന്നെ വളരുമ്പോൾ സ്വയം മാറിപ്പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പൊ അതാണ് ധീരെ ധീരെ ടൂട്ടി രഹി, പതിയെ പതിയെ അത് തകർന്നു തുടങ്ങി. ഹം ദേഖ്തെ രഹേ ഓർ മാൻതെ രഹേ കി ബൂട്ടാ രഹി ഹേ മാ. കാരണം എന്റെ അർത്ഥം എന്താണ്? അമ്മയുടെ സ്വാധീനം കുറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അമ്മ പ്രായമാവുന്നു എന്നുള്ളതാണ്. അപ്പൊ അമ്മയ്ക്ക് ഹം ദേഖ്തെ രഹേ ഓർ മാൻതെ രഹേ കി ബൂട്ടാ രഹി ഹേ മാ. അപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് അമ്മയ്ക്ക് പ്രായമാകുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റാൻസിയിൽ പറയുന്നത്. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. രണ്ടാമത്തെ സ്റ്റാൻസ് ഒരിക്കൽ കൂടി വായിക്കാം. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है माँ. तीसरी स्टांसा, मूनामते भागम. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. അപ്പോ പ്രായമായി കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് പഴയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് മക്കളുടെ സഹായം ആവശ്യമായി വരും. അപ്പോൾ പലപ്പോഴും പ്രായമായിരുന്ന അമ്മയെ മക്കളായിരിക്കാം നോക്കുന്നത്. അപ്പൊ ആ പ്രായമാകുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാക്കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചലത്തെ രഹെ. അമ്മ വീണ്ടും വീണ്ടും കൂടെ കൂടെ നമ്മോട് പല കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ അംഗീകരിച്ച് ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത് ഓർ അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ടത്തി രഹി മാ. അപ്പോ ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്. അപ്പൊ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ഓർ അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ടത്തി രഹി. അതിന്റെ എല്ലാ വാക്കുകളിലും അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അമ്മ തകർന്നുകൊണ്ട് അല്ലെങ്കിൽ അമ്മ ക്ഷീണിതയായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തി ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്നോറും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക്. ഹാത്തോം ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി. അപ്പോ ഞങ്ങളുടെ കൈകളിലായിട്ട് അമ്മ, അതായത് ഞങ്ങളെ കൈകളിൽ എടുത്തു നടന്നുകൊണ്ടിരുന്ന അമ്മയുടെ കൈകളുടെ ശക്തികളൊക്കെ കുറഞ്ഞു, കാലുകളുടെ ശക്തി കുറഞ്ഞു. അമ്മ പിന്നെ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകെ. അപ്പൊ അങ്ങനെ പ്രായമായി അമ്മ ഞങ്ങളുടെ കരങ്ങളിലെ അല്ലെ ഞങ്ങളുടെ തോളിലായി മാറി, അല്ലെ അമ്മ ഞങ്ങളുടെ സഹായത്താൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് അമ്മയ്ക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ അമ്മ ക്ഷീണിതയായിരിക്കുന്നു. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം അപ്നെ വൃഷഭ് കന്ധോമേ.
മെല്ലെ മെല്ലെ ഞങ്ങളുടെ ബലിഷ്ഠമായ ആ ചുമലിൽ അമ്മയെ ചുമലിലേറ്റാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മക്കൾ വലുതായി കഴിയുമ്പോൾ മക്കൾക്ക് ജോലിയൊക്കെ കിട്ടി, അവര് നല്ല ആരോഗ്യമുള്ളവരായി, അവർ സ്വന്തം കാലിൽ നിൽക്കാറായി കഴിയുമ്പോൾ അവർ നല്ല ചെറുപ്പക്കാരാണ്. അമ്മ പ്രായമായും അവസ്ഥയിലെത്തും. അപ്പോൾ അമ്മയെ നോക്കാനും അമ്മയെ നോക്കി നടത്താനുള്ള ശക്തിയും കഴിവും മക്കൾ ആർജിച്ചെടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ മക്കള് ശക്തരാകുന്നു, അമ്മ അല്ലെ മാതാപിതാക്കൾ ദുർബലരായി അല്ലെങ്കിൽ ശക്തി ക്ഷയിച്ചവരായി മാറുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് മാക്ക ഭാരി ഹോന. അപ്പൊ അമ്മ അപ്പോഴെന്താണ് ഒരു ഭാരം പോലെ തോന്നുകയാണ്. അമ്മ ഭാരമായി മാറുകയാണ് മക്കൾക്ക്. ചെറുപ്പകാലത്തിൽ നമ്മളെ ഭാരം മുഴുവൻ ചുമന്ന് നടന്ന ആ അമ്മ പ്രായമായി കഴിയുമ്പോൾ പല മക്കൾക്കും ഇന്ന് അമ്മ ഭാരമായി മാറുകയാണ്. അപ്പൊ അതാണ് ഇവിടെ കവി, ആ മാനസിക വീക്ഷണത്തെയാണ് കവിയുടെ വിമർശനാത്മക രീതിയിൽ നമുക്കതിനെ കാണാം. അപ്പൊ അത് ആ ഒരു ചിന്താഗതി തെറ്റായ രീതിയാണ്. അമ്മയെ ഭാരമായി കാണാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഇനി നമുക്ക് അവസാനത്തെ സ്റ്റാൻസ, അതായത് 4ാമത്തെ ഭാഗം വായിക്കാം. ജബ് തക് ജീവിത് രഹി മാ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख मारे कंधों से उतर गई माँ. അപ്പോൾ जब तक जीवित रही माँ हम बदलते रहे अपने कंधे. അപ്പോൾ അമ്മ ജീവിച്ചിരുന്ന സമയത്ത്, പ്രായമായ സമയത്ത് എന്താണ് ഞങ്ങള് ബദൽത്തേ രഹെ, അമ്മയെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ ഓരോരുത്തർ സ്വയം ഏറ്റെടുക്കാൻ ഒന്നിൽ കൂടുതൽ മക്കളുള്ളപ്പോൾ ഒരാൾ തന്നെ നോക്കുക, എന്റെ മാത്രം ഉത്തരവാദിത്തമില്ല, അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ അമ്മയെ മാറി മാറി ഒരാളുടെ വീട്ടിൽ കുറച്ച് നാൾ നിർത്തും, പിന്നെ വേറൊരാളുടെ വീട്ടിലേക്ക് വിടും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. അതാണ് ഇവിടെ ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തേ രഹി അപ്നെ കന്ധെ. ഞങ്ങളുടെ തോള് കൈമാറിക്കൊണ്ടിരുന്നു, അമ്മയെ നോക്കുന്ന ഉത്തരവാദിത്തം പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു മക്കള്. മാ ആഖിർ മാഹി തോ ഹേ ബാർ ബാർ ഹമേ കന്ധെ ബദൽത്തേ ദേഖ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഭാരം പരസ്പരം ഇങ്ങനെ വീണ്ടും വീണ്ടും മാറുന്നത് കണ്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു? അവസാനം ഹമാരെ കന്ധോ സെ ഉതർ ഗയിമ, ഞങ്ങളുടെ ആ ചുമലിൽ നിന്നും അമ്മ സ്വയം ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അമ്മ മരണത്തിന് കീഴടങ്ങി, സ്വയം അമ്മ മരണത്തിന് അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോ और माँ के कंधों से उतरते ही उतर गए हमारे कंधे, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താണ് ചുമലിൽ നിന്നും അമ്മ താഴെ പോയ പോലെ ആയി, അല്ലെങ്കിൽ അമ്മ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോയി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കവിതയിലൂടെ കവി പറയുന്നത് എന്താണ്? അമ്മയുടെ ആ ഒരു അവസ്ഥ ആണ്. അമ്മ എത്രത്തോളം നമ്മെ കരുതലോടെ വളർത്തി വലുതാക്കി കഴിഞ്ഞാലും അവസാനം എത്തുമ്പോൾ മക്കൾക്ക് അമ്മ ഒരു ഭാരമായി മാറുന്ന ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നു. അപ്പൊ അത്തരം ഒരു അവസ്ഥയെ ആണ് ഇവിടെ കവി നമുക്ക് അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആ കാഴ്ചപ്പാട് അമ്മ ഭാരമായിട്ട് ഒരിക്കലും തോന്നാൻ പാടില്ല. അമ്മയെ നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അത് നമുക്കൊരു വലിയൊരു അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഐശ്വര്യവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ മാതാപിതാക്കളിലൂടെയാണ്. അവരെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് വലിയൊരു നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കവിത നമുക്ക് ഈ കവി, അതായത് നരേന്ദ്ര പുട്രി, ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ കവിതയെ സംബന്ധിച്ച്. അപ്പൊ ഒന്നുകൂടെ മുഴുവൻ കവിത ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, जिसमें माये दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक छक छक. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है माँ. माँ के बार बार कहने को हम मानकर चलते रहे. उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. हाथों हाथ रहती माँ,
एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना। जब तक जीवित रही माँ, हम बदलते रहे अपने कंधे। माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही ഉതർ ഗയേ ഹമാരെ കന്ധേ. 3 ചോദ്യോത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, പുൽ ബനി ഥി മാ സേ ക്യാ താൽപര്യ ഹെ? പുൽ ബനി ഥി മാ സേ ക്യാ താൽപര്യ ഹെ? അതായത് അമ്മ ഒരു പാലമാണ് എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? പുൽ എന്ന് വെച്ചാൽ എന്താണ്? പുൽ ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ. ദോ കിനാരോ കോ ആപ്പസ് മേ ജോഡ്താ ഹെ പുൽ. അപ്പൊ രണ്ട് തീരങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നതാണ് പുൽ എന്ന് പറയുന്നത്. അപ്പോ മാ പരിവാർ के हर सदस्यों को आपस में जोड़ने वाली कड़ी रही है. तो माँ हमेशा क्या कर रही थी? परिवार वालों को जोड़ने वाली कड़ी है माँ. അല്ലെ, കുടുംബങ്ങളിലെ അംഗങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അമ്മ എന്നുള്ളത്. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. ഒന്നുകൂടെ ആൻസർ ഒന്ന് വായിക്കാം. पुल दो किनारों को आपस में जोड़ता है. माँ परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी रही. इनी രണ്ടാമത്തെ दूसरा प्रश्न, बूटा रही है माँ, इसका आशय क्या है? ബൂട്ടാ രഹി ഹേ മാ, വയസ്സാകുന്നു അമ്മ എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? इसका आशय यह है कि माँ के शरीर पर बुढ़ापा का असर दिखने लगा. മാ കെ ശരീർ പർ ബുഢാപ്പയ്ക്ക് അസർ, ബുഢാപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായാധിക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ബുഢാപ്പ രഹിഹെ എന്ന് വെച്ചാൽ, അതായത് തലമുടി നരയ്ക്കുക, ശരീരത്ത് ചുളിവുകളൊക്കെ വരിക, ഇതൊക്കെയാണ് ബുഢാപ്പായുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, മാ ആഖിർ മാഹി തോ ഹെ, ഇസസെ ആപ്നെ ക്യാ സംജ? മാ ആഖിർ മാഹി ഹെ, മാ എന്തായാലും അവസാനം അമ്മ തന്നെയാണ് എന്ന് പറയുന്നതിലൂടെ അർത്ഥം ആക്കുന്ന എന്താണ്? മാതൃത്വത്തിന്റെ വിശേഷതയാണ് അല്ലെ. മാതൃത്വ की सबसे बड़ी खूबियां यह है कि माँ बच्चों को कोई कष्ट पहुंचाना नहीं चाहता. माँ अपने बच्चों को किसी तरह का कष्ट पहुंचाना नहीं चाहता. അമ്മ തന്റെ മക്കൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. മക്കളെ എങ്ങനെയൊക്കെ പെരുമാറിയാലും, എത്ര ക്രൂരമായി പെരുമാറിയാലും അമ്മ മക്കളുടെ നന്മ മാത്രമേ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് ഈ അമ്മയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പം മാതൃത്വ की सबसे बड़ी खूबी എന്ന് പറയുന്നത് यह है कि माँ बच्चों की कोई कष्ट पहुंचाना नहीं चाहता. അപ്പോൾ ഈ 3 ചോദ്യോത്തരങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്.